അഗ്നിയായി നിറയണമേ. ആത്മാവേ അഗ്നിയായി നിറയണമേ. പാപത്തിൻ ശക്തിമേൽ നിന്നഗ്നി അയക്കൂ, രോഗത്തിൻ ശക്തിമേൽ നിന്നഗ്നി അയക്കൂ, ശാപത്തിൻ ശക്തിമേൽ നിന്നഗ്നി അയക്കൂ. ആത്മാവാം ദൈവമേ അഗ്നി അയക്കൂ. നമുക്കായി ഈ മധ്യാഹ്നത്തിൽ കർത്താവ് വെളിപ്പെടുത്തിയ തിരുവചനം നമ്മൾ പഠിക്കാൻ പോവാണ്. അത് സെഫാനിയ 3:17. ഒന്ന് പറയാവോ? സെഫാനിയ 3:17. അതിൽ വചനം ഇങ്ങനെയാണ് സഹോദരങ്ങളെ: നിന്റെ ദൈവമായ കർത്താവ്, വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മധ്യേയുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, ഞാൻ ഈ വചനം കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഈശോയെ, ഞാൻ ആദ്യമായിട്ടാണ് ഈ ചെന്നൈയിലേക്ക് വരുന്നത്, ഞാൻ ആദ്യമായിട്ടാണ് ഈ ജനത്തെ കാണുന്നത്. ഇവിടെ അച്ഛന്മാരൊക്കെ കുറച്ച് പേരൊക്കെ, ചക്കിയാത്തച്ഛനൊക്കെ എൻ്റെ സീനിയറായിട്ട് മേരിമാതാ സെമിനാരിൽ പഠിച്ചിട്ടുള്ളതാണ്. വേറെ അങ്ങനെ അധികം പേരെ ഞാൻ അറിയുന്നവരില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു, എൻ്റെ ഈശോയെ, ഞാൻ ആദ്യമായിട്ടാണ് ഈ ജനത്തെ കാണുന്നത്. അപ്പോൾ യോദ്ധാവ്, യുദ്ധം എന്നൊക്കെ പറയാതെ ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാണ്, അല്ലെങ്കിൽ ഞാൻ നല്ല ഇടയനാണ്. അങ്ങനെ കുറേ നല്ല വചനങ്ങളുണ്ടല്ലോ, അതായത് പോസിറ്റീവായിട്ടുള്ള വളരെ ഹൃദ്യമായ വചനങ്ങളുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈശോയെ, ഈ വചനം വേണ്ട, ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഇവരെ കാണുന്നത്. അപ്പോൾ ആ സമയത്ത് തന്നെ യോദ്ധാവ്, യുദ്ധം, മരണം എന്നൊക്കെ പറയാതെ ഞാൻ കുറച്ചുകൂടി ആശംസാവചനമായിട്ട് ഒരു വെൽക്കം വേർഡ് അത് നീ എനിക്ക് തന്നാലെന്ന് പറഞ്ഞ് വീണ്ടും കണ്ണടച്ച് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഈ ന്യൂസ് സ്ക്രോൾ ചെയ്യില്ല നമ്മൾ, അതുപോലെ തന്നെ എൻ്റെ ഉള്ളിലൂടെ തമ്പുരാൻ കടത്തി വിടുകയാണ്. സെഫാനിയ 3:17. ഞാൻ പറഞ്ഞു, വീണ്ടും കർത്താവിനോട് പറഞ്ഞു, ഈശോയെ, ഇത് വേണ്ട, ഇത് ആരംഭത്തിൽ തന്നെ ഞാൻ ഇവർ വന്ന് നിൽക്കുമ്പോൾ തന്നെ യോദ്ധാവ്, നിന്റെ ദൈവമായ കർത്താവ്, യോദ്ധാവ്, യുദ്ധം എന്നൊക്കെ പറയുന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ലത് ഒരു ആശംസാ വചനം, വളരെ സിമ്പിളായിട്ട് നേരത്തെ പറഞ്ഞ രീതിയിലുള്ള ഏതെങ്കിലുമൊക്കെ വചനം തരികയാണെങ്കിൽ അത് വലിയ ഉപകാരമായിരിക്കും. ദൈവജനത്തോട് അത് പറയാനായിട്ട് തന്നെ ഒരു സന്തോഷം ഉണ്ടായിരിക്കും. ഈ യോദ്ധാവ് യുദ്ധമൊക്കെ മാറ്റിവെക്കാൻ പറഞ്ഞു. എൻ്റെ സഹോദരങ്ങളെ, ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ യേശു വളരെ കൃത്യമായിട്ട് കർത്താവ് പറയുകയാണ്. സെഫാനിയ 3:17. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ എൻ്റെ സഹോദരങ്ങളെ, അപ്പം ഞാൻ സംഭവം നമ്മൾ പരാജയം പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇന്ന കർത്താവെ, ഞാൻ അനുസരിച്ചു കൊള്ളാം. പക്ഷേ ഈ വചനം ഞാൻ ഈ ജനത്തെ എങ്ങനെ, ഈ ജനവുമായിട്ട് ഞാൻ എങ്ങനെ കണക്ട് ചെയ്യും? ഈ വചനം ഈ ജനത്തിന് എങ്ങനെയാണ് ഈ വചനം കൊണ്ട് അങ്ങ് എന്താണ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്? അങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ സഹോദരങ്ങളെ, കർത്താവ് ശരിക്കും മനസ്സിലായി. കർത്താവ് നമുക്ക് ഇത് കുറച്ച് കുറവുള്ള അച്ഛനാണെന്ന് പാവം കരുണ തോന്നിയിട്ട് കർത്താവ് ശരിക്കും പരിശുദ്ധാത്മ ആ വചനം ശരിക്കും ഇടകീറി അത് ശരിക്കും അവിടെ പഠിപ്പിച്ചു തന്നു. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ തുടർന്ന് വചനത്തിലേക്ക് വരികയാണ്. നിന്റെ ദൈവമായ കർത്താവ് നിന്റെ മധ്യേയുണ്ട് എന്നതാണ് സെന്റൻസ്, വചനം. ആ നിന്റെ മധ്യേയുള്ള ദൈവമായ കർത്താവിന് വേദഗ്രന്ഥം കൊടുക്കുന്ന വിശേഷണമാണ് എന്ത്? അവൻ വിജയം നൽകുന്ന യോദ്ധാവാണ്. പ്രിയ മക്കളെ, ഇന്ന് ഈ ആലയത്തിലേക്ക്, ഈ കൂടാരത്തിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെയും ആകർഷിച്ചിട്ടുണ്ട് എങ്കിൽ, ഇന്ന് പരാജയ ഭീതിയിലാണ് എങ്കിൽ, ദൈവമായ കർത്താവ് പറയുകയാണ്, നിന്റെ ദൈവമായ കർത്താവ്, മകനെ, നീ വിശ്വസിക്കുന്ന യേശു ക്രിസ്തു അവൻ വിജയം നൽകുന്ന യോദ്ധാവാണ്. അങ്ങനെ ശരിക്കും പ്രിയ സഹോദരങ്ങളെ, ആ വചനവുമായിട്ട് ബന്ധപ്പെടുത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് വ്യക്തമായി പറഞ്ഞു, ഇന്ന് ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വരുന്ന അനേകർ പരാജയ ഭീതിയോടെ, തകർച്ചകളുടെ ഒന്നിനു പുറകെ ഒന്നായി കടന്നു വരുന്ന തകർച്ചകളുടെ ആ ഒരു ആവിർഭാവത്തോടെ, ഇന്നൊരുപാട് പരാജയ ഭീതിയോടെ ഈ ശുശ്രൂഷയിലേക്ക് ഇന്ന് അനേകർ കടന്നു വരും. നീ അവരോട് എൻ്റെ വചനം പ്രഖ്യാപിക്കണം. എന്താണ് മക്കളെ? ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം നമ്മോട് സംസാരിക്കുകയാണ്. നിന്റെ ദൈവമായ കർത്താവ് അവൻ വിജയം നൽകുന്ന യോദ്ധാവ്. ആ യോദ്ധാവായ കർത്താവ് നമ്മുടെ മധ്യേയുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ശരിക്ക് ഈ വചനം നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നമ്മുടെ കർത്താവിൻ്റെ മാലാക എന്നുള്ള പ്രാർത്ഥനയ്ക്ക് ഇവിടെ ഉണ്ടല്ലോ, കർത്താവിൻ്റെ മാലാക. അതിൽ 2-ാം പാദം ഇങ്ങനെയാണ്: വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. ഞാൻ അച്ഛൻ നിങ്ങളോട് ചോദിക്കും, എന്താ നമ്മളെല്ലാ ദിവസവും തന്നെ കുരിശുമണി അടിക്കുമ്പോൾ അച്ഛൻ മനസ്സിലാകുന്നത്, ഒരുപക്ഷെ ഇവിടെ ചെന്നൈയിലായതുകൊണ്ട് നമുക്ക് കുരിശുമണി കേൾക്കാൻ പറ്റിയില്ലെങ്കിൽ ഏതാണ്ട് 7 മണിക്ക് ആകുമ്പോൾ
പ്രത്യേകിച്ച് കാർന്നവന്മാരുള്ള വീടാണെങ്കിൽ നിർബന്ധമായിട്ടും കുരിശുമണിയുടെ സമയം പ്രാർത്ഥിക്കടാ. ആ കുട്ടി പറഞ്ഞു ശരി അച്ഛാന്ന് പറഞ്ഞു. അതിൽ ഞാൻ ചോദിക്കട്ടെ, ഈ വചനം മാംസമായി, അച്ഛൻ്റെ ഒരു സംശയമാണ്. ഇപ്പോൾ വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, ഇത് എന്തിനെ കുറിച്ചാണ് പറയുന്നത്? അതായത് വചനം മാംസമായി എന്ന് പറയുന്നത് വെച്ചാൽ വേറെ ഒന്നുമല്ല, അത് യേശുക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തെ കുറിച്ചാണ് അതിൽ പറയുന്നത്. അപ്പോൾ നോക്കൂ സഹോദരങ്ങളെ, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. അങ്ങനെയെങ്കിൽ വചനം മാംസമായതാണ് ആര്? യേശുക്രിസ്തു. യേശുക്രിസ്തു. അങ്ങനെയെങ്കിൽ അപ്പം അച്ഛൻ ചോദിക്കട്ടെ സഹോദരങ്ങൾ, അങ്ങനെയെങ്കിൽ വചനത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ യേശുവിൽ വിശ്വസിക്കുക, വചനത്തിൽ അവിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം യേശുവിൽ അതുകൊണ്ടാണ് പ്രിയ സഹോദരങ്ങളെ, ഹെബ്രായ ലേഖനം 4:2 വചനം ഇങ്ങനെ പ്രസ്താവിക്കുന്നു, അവർ കേട്ട വചനം അവർക്ക് ഉപകരിച്ചില്ല. ആർക്കെങ്കിലും ഒരു തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ, ഞാൻ വിചാരിച്ചിരുന്നത് ഇങ്ങനെ വചനം കേട്ട് കഴിഞ്ഞാൽ അപ്പം രക്ഷപ്പെടുന്ന വിചാരിച്ചത്. അതായത് ജീവിക്കുന്ന ദൈവത്തിൻ്റെ വചനം ഹെബ്രായ ലേഖനം 4:2 പറയുകയാണ്, അവർ കേട്ട വചനം അവർക്ക് ഉപകരിച്ചില്ല. അപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, അതായത് വചനം കേട്ടാലും ഉപകരിക്കാതെ വരാം. വചനം നമ്മൾ കേട്ടാലും അത് വേണ്ട രീതിയിൽ ഫലം പുറപ്പെടുവിക്കാതെ വരാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. എങ്ങനെ? 4:2 പറയുകയാണ്, അവർ കേട്ട വചനം അവർക്ക് ഉപകരിച്ചില്ല, കാരണം അവർ അത് വിശ്വസിച്ചില്ല. അവർ കേട്ട വചനം അവർക്ക് ഉപകരിച്ചില്ല, കാരണം മക്കളെ വേറൊന്നുമല്ല, കാരണം അവർ അത് വിശ്വസിച്ചില്ല. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നൽകപ്പെടുന്ന പ്രസ്താവിക്കപ്പെടുന്ന വചനം കേട്ട് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് അനുഗ്രഹം പ്രാപിക്കുവാൻ, ഇവിടെ പ്രഖ്യാപിക്കപ്പെടുന്ന വചനം ചെവി കൊണ്ട് കേട്ട് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് അധരം കൊണ്ട് പ്രഖ്യാപിക്കുവാൻ, അതുവഴി അനുഗ്രഹം പ്രാപിക്കുവാൻ. ഇവിടെ പ്രഖ്യാപിക്കുന്ന വചനം ചെവി കൊണ്ട്, ഈ വലത് ചെവി കൊണ്ട് കേട്ട് ഇടത് ചെവി കൊണ്ട് വിട്ട് അവിശ്വാസത്തോടെ തിരിച്ചു പോകാൻ, അവിശ്വാസത്തോടെ, അതായത് എങ്ങനെ വന്നോ അതിനേക്കാൾ മോശമായിട്ട് തിരിച്ചു പോകാൻ നമ്മുടെ മുൻപിൽ സാധ്യതകളുണ്ട്. ഈ വചനം കേൾക്കുന്നുണ്ടോ? ഈ വചനം നീ ഹൃദയത്തിൽ വിശ്വസിക്കുവാൻ സന്നദ്ധനാണോ? മകനെ, നിന്റെ ജീവിതത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു അത്ഭുതകരമായ രീതിയിൽ ഇടപെടും എന്നുള്ളതിന് തർക്കമില്ല. ഇനി പ്രിയ സഹോദരങ്ങൾ, അച്ഛനെ ശരിക്ക് ഇനി ബൈബിളായിട്ട് അച്ഛൻ ഡയറക്റ്റ് ഈ ബൈബിൾ വിശ്വസിച്ചപ്പോൾ ദൈവജനത്തിൻ്റെ ഇടയിൽ എങ്ങനെ അത്ഭുതങ്ങൾ സംഭവിച്ചു അത് അച്ഛനൊന്ന് പറയാനായിട്ട് ആഗ്രഹമുണ്ട്. 2015 അച്ഛൻ സിഹിയോനിലെ ശുശ്രൂഷകൾ കഴിഞ്ഞ് പിതാവ് ആൻഡ്രോസ് പിതാവ് എന്നെ തിരിച്ചു വിളിച്ചു, രൂപതയിലേക്ക് തിരിച്ചു വിളിച്ച്. അപ്പോൾ ഞാൻ അന്ന് ആബയിൽ അസിസ്റ്റൻ്റ് ആയിട്ടുണ്ടായിരുന്നു, ധ്യാനകേന്ദ്രത്തിൻ്റെ അസിസ്റ്റൻ്റ് ആയിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ എനിക്ക് അന്ന് ചെരക്കോട് ഒരു പള്ളി കൂടി ഉണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരു ഫാമിലിയാണ് അബ്രാഹാം മിൻഡ. അവർക്ക് 2 മക്കളാണ്. അങ്ങനെ ഒരു മകൻ 12ാം ക്ലാസ്സിൽ പഠിക്കുന്നു, ഒരു മകൾ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇവരുടെ ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മാതൃകാപരമായൊരു ഫാമിലിയാണ്. അവർ ഒരുമിച്ച് പള്ളിയിൽ വരും. അങ്ങനെ അവർക്കൊരു പെട്ടെന്ന് ഈ എൻ്റെ ചേട്ടത്തിക്ക് എന്തോ ഒരു അസ്വസ്ഥത സ്റ്റൊമക്കിൽ വന്ന് അങ്ങനെ അവരെ ആശുപത്രിയിലേക്ക്, നമ്മുടെ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ അവർ അവിടെ സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ എടുത്തപ്പോൾ ഇവർക്ക് ക്യാൻസർ ആണെന്ന് മനസ്സിലായി. അപ്പം തന്നെ അവർക്ക് അത്യാവശ്യം സാമ്പത്തിക ശേഷിയൊക്കെയുള്ള ഒരു കുടുംബമാണ്. അവർ ലേക്ക് ഷോറിലേക്ക് ഉടനെ തന്നെ ലേക്ക് ഷോറിലേക്ക് അവരെ മാറ്റി. അവർ സ്വാധീനം ഉപയോഗിച്ചിട്ട് ഡോക്ടർ ഗംഗാധരൻ, നമുക്കറിയാം സൗത്ത് ഇന്ത്യയിലെ ഒരു വേണമെങ്കിൽ ഒരു നമ്പർ 1 എന്ന് പറയാവുന്ന ഒരു മനുഷ്യനാണ്, ഡോക്ടറാണ്. അദ്ദേഹത്തിൻ്റെ ആ ദിവസങ്ങളിൽ തന്നെ അപ്പോയിൻമെൻറ്റ് കിട്ടി, ഡയഗ്നോസ് കാര്യങ്ങളൊക്കെ നടത്തി വിധി നിർണ്ണയിച്ചു. ക്യാൻസറിൻ്റെ 4th സ്റ്റേജാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ക്യാൻസറിൻ്റെ 4th സ്റ്റേജ് ആയി എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ അർത്ഥമാക്കേണ്ടത്? പിന്നെ എന്താ ചെയ്യേണ്ടത്? അത് പറഞ്ഞു നിങ്ങൾ. ക്യാൻസറിൻ്റെ 4th സ്റ്റേജ് ഒരു വ്യക്തിക്ക്, അതേ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല, ഇവിടെ അവിടേക്ക് വരുമ്പോൾ കാര്യങ്ങൾ ഇത് അറിയണം. ചില കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ, ചില തകർച്ചകൾ, ചില അനർത്ഥങ്ങളൊക്കെ നമ്മുടെ കുടുംബത്തിലേക്ക് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് നമുക്കറിയണം. അപ്പോൾ ക്യാൻസറിൻ്റെ 4th സ്റ്റേജ് വന്നു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ എന്താ? നല്ല മരണത്തിന് വേണ്ടി ഒരുക്കുക, വേറെ ഒന്നും ചെയ്യാനില്ലേ, നല്ല മരണത്തിന് വേണ്ടി ഇതാണ് സാധാരണ രീതിയിൽ ചെയ്യേണ്ടത്. അങ്ങനെ പ്രിയ സഹോദരങ്ങൾ, ഇത് ക്യാൻസറിൻ്റെ 4th സ്റ്റേജ് ആണെന്ന് അറിഞ്ഞ വഴിക്ക് ഈ അബ്രാഹാം എന്ന് പറയുന്ന ചേട്ടൻ പുള്ളി വളരെ ഒരു സ്ട്രോങ് ആയി വെൽ ബിൽറ്റ് ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. എന്തുണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരണ്ടാ എന്ന് ചോദിക്കാൻ അത് ശരീരഭാഷയും അതുപോലെ നല്ല മനോധൈര്യമൊക്കെയുള്ളൊരു മനുഷ്യൻ. ഈ മനുഷ്യൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് എന്നെ വിളിച്ച് പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്, അച്ഛാ മിൻ്റയ്ക്ക് ക്യാൻസറാണ് അച്ഛാ, അതിൻ്റെ 4th സ്റ്റേജാണ്, കൈവിട്ടു. ഡോക്ടർ ഗംഗാധരൻ ഇനി 3 മാസമാണ് എൻ്റെ ഭാര്യയ്ക്ക് ജീവിക്കാൻ 3 മാസമാണ് മാക്സിമം അനുവദിച്ചിട്ടുള്ളത്. അങ്ങനെ പ്രിയ സഹോദരങ്ങളെ, ഞാനും അത് എന്താ പറയുക, അങ്ങനെ ഡിസ്ചാർജായി ഇവർ ചിറക്കോട്ടേക്ക് വന്നു. മിൻഡ ശരിക്കും അവർ നമുക്കറിയാം, ഒരു വ്യക്തിക്ക് രോഗം ഒരു കുടുംബത്തിൽ വരുമ്പോൾ ആ വ്യക്തി മാത്രമല്ല, ആ കുടുംബത്തിലെ മറ്റംഗങ്ങളൊക്കെ മാനസികമായും ശാരീരികമായും സാമ്പത്തികമായിട്ടൊക്കെ
തകർന്നടിയും. അങ്ങനെ ഞാനവിടെ ചെന്നപ്പോൾ ഒന്നും പറയാൻ പറ്റുന്നില്ല. ക്യാൻസറിൻ്റെ 4th സ്റ്റേജ് ബാധിച്ച വ്യക്തിയോട് എന്താ പറയുന്നത്? അതും ഈ പുള്ളിക്കാരിക്ക് വ്യക്തമായിട്ട് നല്ല PG കോഴ്സ് MSc മറ്റോ PG കഴിഞ്ഞിട്ടുള്ളതാണ്. എല്ലാ ഫയലും പുള്ളി വായിച്ചു നോക്കിയിട്ടുണ്ട്. പുള്ളിക്കറിയാം തൻ്റെ മരണം അടുത്തു. ഇവരുടെ അടുത്ത് പോയിട്ട് എന്താ സഹോദരങ്ങൾ ഞാൻ എന്താ പറയുന്നത്, ഞാൻ എന്താ പറയേണ്ടത്? ഒന്നും അറിയാത്ത വ്യക്തിയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയാമെന്ന് വിചാരിക്കാം. ഞാൻ അവിടെ ഇരുന്നു, എനിക്കൊന്നും പറയാം. കാരണം അത്രമാത്രം ശരിക്കും ആ ഇടവകയിലെ സകല മനുഷ്യരും സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ ആ ദേശത്തെ സകല മനുഷ്യരും എല്ലാവർക്കും ഒരു ദുഃഖമായിരുന്നു മിൻ്റെയുടെ അസുഖം. എന്തുകൊണ്ട് കർത്താവ് എന്ന് ഒരുപക്ഷെ പലരും വിചാരിച്ചിട്ടുണ്ടായിരിക്കും, ഞാനും വിചാരിച്ചിട്ടുണ്ട്. എൻ്റെ കർത്താവ് എത്രയോ ദുഷ്ടന്മാരുടെ ഇടവകയിലുണ്ട്, എന്നാൽ ഈ ഒരു തങ്കപ്പെട്ട കുടുംബം. ഞാൻ എൻ്റെ ഉള്ളിൽ ശരിക്കും ഉള്ളിൽ വേദനിച്ചൊരു സമയമാണ് സഹോദരങ്ങളെ. എന്തുകൊണ്ട് അങ്ങനെ ഈ അബ്രഹാം ചേട്ടൻ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളിരിക്കുന്ന സമയത്ത് ഇങ്ങനെ വന്ന് പെട്ടെന്ന് പറഞ്ഞു, മിൻ്റ അവിടെ അവർ 2 സീറ്റ് സെഹിയോനിൽ അന്ന് അവർ ആ ക്യാൻസറിൻ്റെ ആ ഒരു സമയത്തൊക്കെ അവർ സീറ്റ് നേരത്തെ തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിരിക്കുന്ന സമയത്താണ്, എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല ആ സമയത്ത്. ഞാൻ പല രോഗികളെയൊക്കെ ആശ്വസിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇവരെ എനിക്ക് വളരെ ക്ലോസ് ആയിട്ട് അറിയാവുന്ന ഒരു ഫാമിലിയാണ്. എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല ഇവർ. കാരണം ഇവർ അപ്പനും അമ്മയും മക്കളെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അവർ ഒരു ഹൃദയം എന്ന് പറയുമായിരിക്കും നല്ലത്. അവർക്ക് 4 ഹൃദയമല്ല, ഒറ്റ ഹൃദയമുള്ളവർക്ക്. അതുപോലെ എനിക്ക് വാക്കുകളൊന്നും കിട്ടുന്നില്ല. അപ്പോൾ അബ്രഹാം ചേട്ടൻ വന്ന് പറഞ്ഞു, മിൻ്റ നമുക്ക് 2 സീറ്റ് ഞാൻ സെഹിയോനിൽ ബുക്ക് ചെയ്തിട്ടുണ്ട്, എന്താ ചെയ്യേണ്ടത്? പുള്ളി ചുമ്മാ ചോദിച്ചു എന്നുള്ളൂ. അത് പോകാൻ പറ്റില്ല എന്നാണ് നോർമൽ ആൻസർ അതിൻ്റെ. കാരണം എന്താണെങ്കിൽ അതുപോലെ അവശയായി പുള്ളി. അപ്പം ഞങ്ങൾ ആരും മിണ്ടുന്നില്ല കേട്ടോ. എനിക്ക് ഒരു 1.25 മണിക്കൂർ ഇരുന്നുണ്ട്. ഞാൻ കുറച്ച് നേരം ഒരു രഹസ്യമൊക്കെ ചൊല്ലി അതിനുശേഷം ഞങ്ങൾ മിണ്ടാതെ നിശബ്ദരായിട്ട് അവിടെ ഇരിക്കുകയാണ്. ഈ സമയത്ത് ഈ അബ്രഹാം ചേട്ടൻ ചോദിക്കും, മിൻ്റ നമുക്ക് 2 സീറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്, എന്താ ചെയ്യേണ്ടത്? മിൻ്റ പതുക്കെ ഒരു മിനിറ്റ് നിശബ്ദതയ്ക്ക് ശേഷം മിൻ്റ പറഞ്ഞു, ചേട്ടാ മരിക്കുകയാണ് എങ്കിൽ എവിടെയെങ്കിലും വചനം കേട്ട് മരിക്കാം. മിൻ്റ അതായത് ക്യാൻസർ ബാധിച്ച 4th സ്റ്റേജ് ക്യാൻസറിൻ്റെ 4th സ്റ്റേജിലേക്ക് കടന്ന ഒരു സഹോദരി പറഞ്ഞതിൻ്റെ ആ ഒരു ആൻസർ, മരിക്കുകയാണ് എങ്കിൽ ചേട്ടാ എവിടെയെങ്കിലും വചനം കേട്ട് മരിക്കാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ സഹോദരങ്ങളെ ഇവർ സെഹിയോനിലേക്ക് അന്ന് ഞായറാഴ്ച നിങ്ങൾ പലരും വന്നിട്ടുണ്ടായിരിക്കും. ഞായറാഴ്ച തുടങ്ങി വെള്ളിയാഴ്ചയാണ് സാധാരണ അവസാനിക്കുക ശുശ്രൂഷ. അങ്ങനെ ഞായറാഴ്ച ഒരു 8 മണിയോടുകൂടി യാത്ര ആരംഭിച്ച് 2 മണി പതുക്കെ വണ്ടി, ഒരു ബൊലറോ ജീപ്പുണ്ട് ഇവർക്ക്. ആ ജീപ്പിൽ ഇവർ പതുക്കെ യാത്ര ചെയ്ത് 2 മണിയോടുകൂടി സെഹിയോനിലെത്തി. ഞായറാഴ്ച കഴിഞ്ഞു. തിങ്കളാഴ്ച. അപ്പോൾ തിങ്കളാഴ്ച മിൻ്റ ഇരിക്കുന്നത് എങ്ങനെയാണെന്നറിയോ സഹോദരങ്ങളെ? മിൻ്റ ഇരിക്കുന്നത് അതായത് അവിടെ ഒരു അത്ഭുതം പറയുമ്പോൾ മൈഗ്രെയിൻ സംബന്ധമായ തലവേദന അല്ലെങ്കിൽ ക്യാൻസറോ ഇങ്ങനെ പല സംഭവം മാറിയിട്ടുള്ള ഇതിലൊക്കെ അതിൽ സ്ക്രീനിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ കാണിക്കും. ഈശോയെ ഇതുപോലെ നീ മനുഷ്യനെ സുഖപ്പെടുത്തിയതുപോലെ ഈശോയെ നീ എന്നെ സുഖപ്പെടുത്തണം, ഈശോ ഇതുപോലെ നീ എന്നെ സുഖപ്പെടുത്തണം. വചനം പറയുമ്പോൾ ഈശോയെ കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയതുപോലെ എന്നെ നീ സുഖപ്പെടുത്തണം, ഈശോയെ അന്ധനെ കാഴ്ച നൽകിയതുപോലെ എനിക്ക് കാഴ്ച നൽകണം, ബദറിന് കഴിവ് നൽകിയതുപോലെ എനിക്ക് ഈശോയെ ഇതുപോലെ നീ എന്നെയും സുഖപ്പെടുത്തണമേ എന്ന് പറഞ്ഞ് ശരിക്കും മിൻ്റെ തീക്ഷ്ണതയോടുകൂടി പ്രാർത്ഥിക്കുകയാണ്. മിൻ്റെ താഴ്മയോടുകൂടി കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കുകയാണ്. എന്താണോ അവിടെ പറയുന്നത്? കാരണം അവസാനത്തെ റിസോർട്ടാണ്, അവസാനത്തെ ആശ്രയമാണ് മിൻ്റെയെ സംബന്ധിച്ച് ആ ശുശ്രൂഷ. അങ്ങനെ മിൻ്റെ തീക്ഷ്ണതയോടുകൂടി ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. അപ്പോഴാണ് മിൻ്റെ ഒരു കാര്യം പറയായിരുന്നു. അതിനുശേഷം കണ്ടപ്പോഴാണ് ഈ സംഭവങ്ങളൊക്കെ വിവരിക്കുന്നത്. മിൻ്റെ പറയായിരുന്നു, എൻ്റെ അച്ഛാ എനിക്കൊരു കാര്യം മനസ്സിലായി, ഞാനല്ലാതെ വേറൊരു വ്യക്തി എൻ്റെ ഉള്ളിലുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ അതിനുശേഷം കണ്ടേ പറയാണ്, എൻ്റെ അച്ഛാ ആ ശുശ്രൂഷയിൽ ഞാൻ വലിയ ആഗ്രഹത്തോടു കൂടി ഞാൻ പങ്കെടുക്കുകയായിരുന്നു, വലിയ വിശ്വാസത്തോടു കൂടി ഞാൻ ആ ശുശ്രൂഷയിൽ പങ്കെടുക്കുകയായിരുന്നു, എൻ്റെ യേശുവിനെ എന്നെ സുഖപ്പെടുത്താൻ കഴിയുമെന്ന ബോധ്യത്തോടു കൂടി ഞാൻ പങ്കെടുക്കുകയായിരുന്നു. അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്, ഞാനല്ലാതെ വേറൊരു വ്യക്തി എൻ്റെ ഉള്ളിലുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. ഞാനപ്പോൾ മെൻ്റെയോട് പറഞ്ഞു, എൻ്റെ ചേച്ചി എനിക്ക് ഈ പറഞ്ഞത് എനിക്ക് മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞു. ഞാനല്ലാതെ വേറൊരു വ്യക്തി എൻ്റെ ഉള്ളിലുണ്ടെന്ന്. അപ്പം സഹോദരി പറയുന്നത്, എൻ്റെ അച്ഛാ അതായത് കർത്താവിൻ്റെ വചനം പറയുന്നില്ല, ഇച്ഛിക്കുന്ന നന്മയല്ല ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്, ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ പ്രവർത്തിക്കുന്നത് എങ്കിൽ ഞാനല്ല എന്നിൽ കുടികൊള്ളുന്ന, അപ്പോൾ ആഗ്രഹിക്കാത്ത തിന്മ വരുന്നുണ്ടെങ്കിൽ ഞാനല്ല എന്നിൽ കുടികൊള്ളുന്ന പാപമാണ്. അപ്പോൾ പിന്നെ പറയുന്നത്, എൻ്റെ അച്ഛാ ഞാൻ വലിയ ആഗ്രഹത്തോടു കൂടി ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നു, ഞാൻ വലിയ ആഗ്രഹത്തോടു കൂടിയിട്ട് ആ കാര്യങ്ങൾ അതിലൊക്കെ ഹൃദയം കൊണ്ട് വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ എൻ്റെ ഉള്ളിൽ ആരോ എൻ്റെ ചെവിയിൽ വന്ന് പറയുന്നത് പോലെ തോന്നുകയാണ്, മിൻ്റെ ഇതൊക്കെ നടക്കണ കാര്യമാണോ, ഇതൊക്കെ നടക്കണ കാര്യമാണോ? ക്യാൻസർ രോഗം വന്നിട്ട് 4th സ്റ്റേജൊക്കെ വന്നിട്ട് രക്ഷപ്പെട്ട ചരിത്രം നീ കേട്ടിട്ടുണ്ടോ? മാത്രമല്ല ഇങ്ങനെ ഈ ഒരു ശബ്ദം ചെവി കൂടെ കേൾക്കുമ്പോഴേക്കും
മിൻ്റെ കാണുന്നത് മിൻ്റെയുടെ തലയുടെ ഉള്ളിലൂടെ ഒരു 10-15 ക്യാൻസർ രോഗം വന്ന് മരിച്ച ഒരു 10-15 പേരുടെ പടമാണ് കാണുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതായത് മിൻ്റ എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്? അവളുടെ ജീവിതത്തിൽ ഈ രോഗത്തിൻ്റെ മേഖലയിലേക്ക് യേശുവേ എഴുന്നള്ളി വരണമേ എന്ന് ആ മേഖലയിൽ വിശ്വാസത്തിൻ്റെ അഭിഷേകത്തിന് വേണ്ടി ആഗ്രഹിച്ചപ്പോൾ അതർ പാർട്ടി ചെയ്യുന്നത് എന്താ? നേരെ അതിൻ്റെ ഓപ്പോസിറ്റ്, അതായത് വിശ്വാസത്തെ മുരടിപ്പിക്കുന്ന തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് അവിടെ കയറ്റിക്കൊണ്ടുവരികയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഈ സംഭവം പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് എന്താണെന്ന് അറിയോ സഹോദരങ്ങളെ? മിൻ്റെ സംബന്ധിച്ച് അഭിഷേകത്തിലേക്ക് വരാനുള്ള ഒരു തടസ്സം എന്നുള്ളത് അവളുടെ രോഗമായിരുന്നുവെങ്കിൽ രോഗത്തെക്കുറിച്ചുള്ള നിരാശയുടെ ഒരു കാഴ്ചപ്പാട് അനുവദിക്കപ്പെടും. രോഗത്തിൽ അഭിഷേകം പ്രാപിക്കാനായിട്ട് വരുമ്പോൾ അതിനെക്കുറിച്ചൊരു നിരാശയുടെ ഒരു ചിന്ത അനുവദിക്കപ്പെടും. ഇന്ന് നോക്കൂ സഹോദരങ്ങളെ, ഇന്നിപ്പോൾ നീ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ ഉദാഹരണത്തിന് നീ വലിയ കടബാധ്യതയിൽ പെട്ട് കിടക്കുന്ന ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കുക. നിനക്ക് ഒരു 50 ലക്ഷം രൂപ അടുത്ത ആഴ്ചയ്ക്ക് വേണം, ഒരു രക്ഷയില്ല. അങ്ങനെ നീ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ നീ ചിന്തിക്കണത് എന്നറിയോ? ഞാൻ ഈ വചന ശുശ്രൂഷ കേട്ടത് എന്താ കാര്യം? എനിക്ക് 50 ലക്ഷം രൂപയുടെ കടബാധ്യത വീട്ടാൻ പറ്റുമോ? വേറൊരു വ്യക്തിയെ സംബന്ധിച്ചിട്ട് ആ വ്യക്തിക്ക് 38 വയസ്സ് അല്ലെങ്കിൽ 40 വയസ്സായിട്ട് അദ്ദേഹത്തിൻ്റെ വിവാഹം നടക്കുന്നില്ല. അതാണ് ഞാൻ ഈ ധ്യാനം കൂടിയിട്ട് കാര്യം എന്താ? എൻ്റെ വിവാഹ തടസ്സം എങ്ങനെ പോകും? 26 അല്ലെങ്കിൽ 27 വയസ്സ് മുതൽ വിവാഹം ആലോചിച്ച് പറയും 38-39 വയസ്സായി, ഇതെങ്ങനെ നടക്കും? ഇതാണ് നമ്മൾ ചിന്തിച്ചിരിക്കുന്നത്. എൻ്റെ സഹോദരങ്ങളെ, മിൻ്റയ്ക്ക് വേണമെങ്കിൽ ഇതിനേക്കാൾ സ്ട്രോങ് ആയിട്ട് ചിന്തിക്കാമായിരുന്നു. കാരണം സൗത്ത് ഇന്ത്യയിലെ നമ്പർ 1 ആണ് ഡോക്ടർ ഗംഗാധരൻ. ആ ഡോക്ടർ ഗംഗാധരനാണ് പറഞ്ഞിട്ടുള്ളത് 3 മാസത്തിനുള്ളിൽ ഇയാളുടെ ഭാര്യ മരിക്കുമെന്ന് ഈ മിൻ്റെ ചേട്ടത്തിയുടെ ഭർത്താവായ അബ്രാഹനോട് പറഞ്ഞിട്ടുള്ളതാണ്. അത് മിൻ്റയ്ക്ക് അറിയാം. എന്നാൽ പ്രിയ സഹോദരങ്ങളെ, മിൻ്റെ പ്രത്യാശയോടുകൂടി കർത്താവിൻ്റെ സന്നിധി മിൻ്റെ പറയായിരുന്നു, അച്ഛാ എനിക്കൊരു കാര്യം മനസ്സിലായി, അതായത് ഇത് ശരിക്കും ഒരു പിശാചിൻ്റെ തട്ടിപ്പാണെന്ന്. എന്നെ വചനം കേട്ട് വചനത്തിൽ വിശ്വസിക്കാതിരിക്കാനുള്ള ഒരു പിശാചിൻ്റെ തട്ടിപ്പാണ് ഈ നെഗറ്റീവായിട്ടുള്ള ചിന്ത എന്നെനിക്ക് മനസ്സിലായി. ഞാൻ എന്ത് ചെയ്യുമെന്നറിയാവോ? ഞാൻ യേശുനാമത്തിൽ ആ പാപചിന്തയെ ഞാൻ അങ്ങോട്ട് വിടുവിച്ചു. യേശുനാമത്തിൽ പാപചിന്തയെ വിടുവിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ശുശ്രൂഷയിലായിരിക്കുമ്പോൾ സ്വർഗം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒന്നാമത്തെ ഒരു കാര്യമുണ്ട് സഹോദരങ്ങളെ. ഈ ശുശ്രൂഷ നൽകുന്ന ഇതൊരു വിടുതൽ ശുശ്രൂഷയായിട്ട് നിൻ്റെ ജീവിതത്തിൽ രൂപാന്തരപ്പെടണമെങ്കിൽ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് അറിയാവോ? ഇതുപോലെ നെഗറ്റീവായിട്ടുള്ള ഒരു അഭിഷേകം, നീ ഒരു അഭിഷേകത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്, എന്നാൽ ആ അഭിഷേകത്തിനെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ നെഗറ്റീവായിട്ടുള്ള ഒരുപാട് ചിന്തകൾ സാത്താൻ നിൻ്റെ ഉള്ളിലേക്ക് ഇഞ്ചക്ട് ചെയ്യും. അപ്പം നീ എന്ത് ചെയ്യണം? അവിടെയാണ് ശുശ്രൂഷ അത് കൃപയോടെ നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്നതും ശുശ്രൂഷ ബ്ലോക്ക് ചെയ്യുന്നതും അവിടെയാണ്. എല്ലാവരും ഇവിടെ വന്നിട്ടുള്ള അനുഗ്രഹം പ്രാപിക്കാനാണ്. എന്നാൽ ചുമ്മാ അത് കാര്യമില്ല. വന്നാൽ ശരിക്കും മിൻ്റെയുടെ ജീവിതത്തിലേക്ക് മരണത്തിൻ്റെ ദൂത് ഇങ്ങനെ ശരിക്കും സാത്താൻ അടിച്ചു കയറ്റിയതുപോലെ നീ ഏത് നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു അതിൻ്റെ നേരെ നെഗറ്റീവായിട്ടുള്ള അതർ സൈഡ് ശരിക്കും തിന്മ കാണിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ നമ്മൾ സാധാരണക്കാർ പരാജയപ്പെടും. എന്നിട്ട് മിൻ്റെ എന്താ ചെയ്യുന്നറിയാവോ? ഈ നെഗറ്റീവ് ചിന്ത വരുമ്പോൾ മിൻ്റെ പറയായിരുന്നു, യേശുവേ 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 എന്ന് പറഞ്ഞ് കുറച്ച് നേരം വെറുതെ യേശുവേ യേശുവേ എന്ന് പറഞ്ഞിട്ട് യേശുനാമത്തിൽ ഈ പാപചിന്തയെ വിട്ടുപോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഡെലിവർ ചെയ്തുകൊണ്ട് വിടുതൽ പ്രാർത്ഥന യേശുവിൻ്റെ നാമം. ചെറിയ രീതിയിലുള്ള ഈ വക നെഗറ്റീവായിട്ടുള്ള ചിന്തകളൊക്കെ വിട്ടുപോകാനായിട്ട് പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ രാജകീയ പൗരോഹിത്യം നമുക്ക് ധാരാളമാണ്. യേശുനാമത്തിൽ ഈ പാപചിന്ത, അതായത് ജഡികമായൊരു പാപത്തെ എങ്ങനെയാണ് താലോലിക്കുന്നത്? തിന്മയാണോ? അല്ലെങ്കിൽ ഒരു കഠിനമായ വെറുപ്പിൻ്റെ മേഖലയെ താലോലിക്കുന്നത് തിന്മയായി തീരുന്നത് പോലെ തന്നെ പാപകരമാണ്, കുറ്റകരമാണ് മക്കളെ. ഏത് നമ്മിൽ കടന്നു വരുന്ന നിരാശാ ചിന്തകളെ അതിനെക്കുറിച്ച് ഇങ്ങനെ മുഴുവൻ സമയവും ചിന്തിച്ചിരിക്കുന്നത്. അയ്യോ സ്ഥലം വിൽക്കാൻ പറ്റുന്നില്ല, അയ്യോ എൻ്റെ വിവാഹം നടക്കുന്നില്ല, അയ്യോ രോഗം മാറുന്നില്ല, അയ്യോ കുടുംബത്തിൽ സമാധാനമില്ല. അതിന് പല കാരണങ്ങളുണ്ടാകാം. എന്നാൽ ആ കാരണങ്ങളെക്കുറിച്ച് മാത്രമാണ് ഈ ശുശ്രൂഷയുടെ സമയം നീ ചിന്തിക്കുന്നതെങ്കിൽ മകനെ, ഈ ശുശ്രൂഷ നിനക്ക് ലാപ്സായി. ഇതിന് നിനക്ക് അഭിഷേകം സ്വീകരിക്കാൻ പറ്റത്തില്ല. മറിച്ച് ഇത് കൃപയായി തീരണമെങ്കിൽ എന്ത് ചെയ്യണം? അങ്ങനെയുള്ള സത്താന്യ ചിന്തകൾ ശരിക്ക് അനുവദിക്കപ്പെടും, നിന്റെ ജീവിതത്തിൽ അനുവദിക്കപ്പെടും. നീ വിശ്വാസത്തോടു കൂടി അവിടെ കുറച്ചു നേരം സ്തുതിക്കുക, യേശുവേ യേശുവേ ഈ പാപചിന്ത വിട്ടുപോകട്ടെ, ഒരു നന്മ നിറഞ്ഞ മറിയുമെന്നും ബോധപൂർവം ചൊല്ലി പ്രാർത്ഥിക്കുക. അവിടെ എന്നിട്ട് മിൻ്റെ പറഞ്ഞെന്താണെന്ന് അറിയോ? എന്നിട്ട് മിൻ്റെ പറയായിരുന്നു, ഇങ്ങനെ ഓരോ തവണയും മരണത്തെക്കുറിച്ചുള്ള ചിന്ത, നെഗറ്റീവ് ചിന്ത ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ മിൻ്റെ പ്രാർത്ഥിക്കും, യേശുവേ ആരാധന ആരാധന എന്ന് പറഞ്ഞ് യേശുവിൻ്റെ നാമത്തിൽ പാപചിന്ത വിട്ടുപോട്ടെ. ഒരു സ്വർഗ്ഗസ്നായിരുന്ന പിന്നെ ഒരു മണിക്കൂർ നേരത്തേക്ക് കുഴപ്പമില്ല. വീണ്ടും ഒരു 1.5 മണിക്കൂർ കഴിയുമ്പോഴേക്കും വീണ്ടും ഇതേ രീതിയിൽ തന്നെ വേറെ കോണിലൂടെ ഇതിനെക്കുറിച്ചുള്ള നെഗറ്റീവ് ചിന്ത വരും. വീണ്ടും മിൻ്റെ വീണ്ടും ഇതന്നെ ചെയ്യും, സ്തുതിക്കും.
തിങ്കളാഴ്ച ആ ഒരു ദിവസം എന്നിട്ട് പുള്ളി പറയായിരുന്നു, എൻ്റെ അച്ഛാ ഞാനൊരു 10-30 തവണയെങ്കിലും തിങ്കളാഴ്ച ശുശ്രൂഷയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് മധ്യേ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഡെലിവറൻസ് പ്രയർ ചെയ്യും. യേശുവിൻ്റെ നാമത്തിൽ ഈ പാപചന്ത വിട്ടുപോട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും, കുറച്ചേരം സ്തുതിക്കും, ഒരു നന്മ നിറഞ്ഞ പറയും ചൊല്ലി പ്രാർത്ഥിക്കും. അപ്പോൾ ആശ്വാസമായി. പിന്നെ വീണ്ടും 1.5 മണിക്കൂർ എൻ്റെ പറയായിരുന്നു ഏതാണ്ട് 10-30 തവണ ഇങ്ങനെ ഡെലിവറൻസ് പ്രയർ ഞാൻ തിങ്കളാഴ്ച തന്നെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ തിങ്കളാഴ്ച അനുതാപ ആരാധനയാണ്, ചൊവ്വാഴ്ച അവിടെ കൺഫെഷനാണ്, കുമ്പസാരമാണ്. ഇതിൻ്റെ കാര്യം സഹോദരങ്ങളെ, എൻ്റെയൊക്കെ ഒരു കാര്യം മനസ്സിലായി. പാപം എന്ന യാഥാർത്ഥ്യം ഉണ്ടോ, യേശുക്രിസ്തുവിനെ ആ ജീവിതത്തെ സ്പർശിക്കുവാൻ എളുപ്പമല്ല. പാപം എന്ന യാഥാർത്ഥ്യം ഒരു വ്യക്തിയുടെ ജീവിതത്തിലുണ്ടോ, യേശുക്രിസ്തുവിനെ അങ്ങനെ മിൻ്റെ പറയായിരുന്നു. എൻ്റെ അച്ഛാ ഞാൻ അനുതാപ ആരാധനയുടെ സമയത്ത് അന്ന് ബിനോയ് കരിമരുത്തിങ്കലശനാണ് ആ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകിയിരുന്നത്. ഞാൻ ശരിക്കും കണ്ണീരോടുകൂടി പ്രാർത്ഥിച്ചു, അനുതാപത്തിനായി കണ്ണീരോടുകൂടി പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രിയ സഹോദരങ്ങൾ, അന്ന് രാത്രിയിൽ പോയി അന്ന് ശരിക്കും നന്നായിട്ട് എഴുതി, പാപങ്ങളൊക്കെ എഴുതി. അങ്ങനെ ചൊവ്വാഴ്ച കാലത്ത് അവർ 10:30 മിൻ്റെക്ക് കുമ്പസാരിക്കാനുള്ള അവസരം ലഭിച്ചു. മിൻ്റെ പറയായിരുന്നേ ഏതാണ്ട് 1.5 മണിക്കൂർ സമയമെടുത്ത് ഞാൻ എൻ്റെ എല്ലാ പാപങ്ങളും യേശുക്രിസ്തുവിൻ്റെ പ്രതിനിധിയായ വൈദികനോട് ഞാൻ ഏറ്റുപറഞ്ഞു. പക്ഷെ കുമ്പസാരം കഴിഞ്ഞ വഴിക്ക് എൻ്റെ ചെവിയിലൂടെ ഞാൻ വേറൊരു സ്വരം കേൾക്കാൻ തുടങ്ങി. മിൻഡാ, യു ആർ ഹീൽഡ്. മിൻഡാ, നീ സുഖപ്പെട്ടിരിക്കുന്നു. മകളെ, നീ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. അങ്ങനെ പ്രിയ സഹോദരങ്ങളെ, കൺഫെഷൻ കഴിഞ്ഞു. ബുധനാഴ്ച ആന്തരിക സൗഖ്യ ആരാധനയാണ്. ഈ ആരാധനയുടെ സമയത്ത് അന്ന് നേതൃത്വം കൊടുത്ത ബിനോയച്ചൻ എന്നെ വിളിച്ചു പറഞ്ഞു, ഈ സമൂഹത്തിലെ 3 ക്യാൻസർ രോഗികളെ ഈശോ സുഖപ്പെടുത്തുന്നു. 3 ക്യാൻസർ രോഗികളെ ഈശോ സുഖപ്പെടുന്നു. നിന്റെ എന്ത് ചെയ്യുന്നറിയാവോ? ഈശോയെ, അതിൽ ഒരു വ്യക്തി ഞാനാണേ. അതായത് 3 പേരെ ക്യാൻസർ രോഗം ബാധിച്ച് 3 പേരെ കർത്താവ് സുഖപ്പെടുത്തുന്നു. ബിനോയച്ചനൊരു മെസ്സേജ് പറഞ്ഞപ്പോൾ അതിൽ മിൻ്റെ ആ മെസ്സേജിനോട്, പരിശുദ്ധാത്മാവ് നൽകിയ മെസ്സേജിനോട് പ്രതികരിച്ചത് ഇങ്ങനെയാണ്: യേശുവേ, ആ 3 പേരിൽ ഒരാൾ ഞാനാണേ. ആ 3 പേരിൽ ഒരാൾ ഞാനാണ് എന്ന് മിൻ്റെ ഹൃദയത്തിൽ പറഞ്ഞ വഴിക്ക് അടുത്ത മെസ്സേജ് വന്നു. അതിലൊരാളുടെ ഉദരസംബന്ധമായ ക്യാൻസർ രോഗത്തെ ഈശോ സുഖപ്പെടുത്തുന്നു. പ്രൈസ് ദി ലോർഡ്.